ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷം നമ്മോട് പങ്കുവെക്കുന്നത് മുന്തിരിച്ചെടിയുടെ ഉപമയാണ്. ക്രിസ്തു സാക്ഷാൽ മുന്തിരിച്ചെടിയും നാം ഓരോരുത്തരും അവിടുത്തെ ശാഖകളുമാണ്. ഫലം തരുന്നവയെ കൂടുതൽ കായ്ക്കുവാൻ വേണ്ടി അവിടുത്തെ പിതാവ് വെട്ടിയൊരുക്കുന്നു. എന്താണ് മുന്തിരിച്ചെടിയുടെ യഥാർത്ഥ ഫലം? ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയുടെ യഥാർത്ഥ ഫലം മറ്റൊന്നുമല്ല, അത് സ്നേഹമാണ്, കരുണയാണ്, അനുകമ്പയാണ്. ഈ ഫലം നമ്മളിൽ ഉളവാകുവാനാണ് ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കും. ആ കൽപ്പനയുടെ പാലനമാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഫലം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കും. ആ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഫലം. ഈ സ്നേഹത്തിൻ്റെ ഫലത്തിലേക്കാണ് നാം വളരേണ്ടത്. വെറുപ്പ് മൂലം ദൈവമാകുവാൻ ആഗ്രഹിച്ച് ദൈവത്തെ മറന്നുകളഞ്ഞ് ഉണങ്ങിയ ശാഖകളായ മാതാപിതാക്കന്മാരെ പോലെയല്ല, ഉണങ്ങിയ ശാഖകളായ ആദി മാതാപിതാക്കന്മാരെ വീണ്ടെടുക്കുവാൻ ദൈവം മനുഷ്യനായി പിറന്നു. പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അതെ, മുന്തിരിച്ചെടിയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ശാഖകളാണ് നാം. യഥാർത്ഥ ഫലം ദൈവസ്നേഹത്തിലും കരുണയിലും പുറപ്പെടുവിക്കേണ്ടവർ. ഈ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഈ ബെന്തക്കോസ്താ കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഈ സ്നേഹം നമ്മളിൽ നിറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ജീവാത്മാവിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം. ആത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃഷിക്കാരനായ സ്നേഹപിതാവിൻ്റെ, നമ്മുടെ കാരുണ്യനാഥനായ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഫലം 100% വിളയുവാനും അത് മറ്റുള്ളവർക്ക് നൽകുവാനുമുള്ള കാരുണ്യത്തിന് വേണ്ടി ജീവാത്മാവായ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിനെ അവിടത്തേക്ക് സമർപ്പിക്കാം. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവും ഞാൻ നേരുന്നു.